Hi all, welcome to Study Win PSC 10th Prelims previous maths questions ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്വയർ റൂട്ട് ഓഫ് 1.44 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. ഇവിടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ടത് 1.44ന്റെ ആണ്. ഇതൊരു ഡെസിമൽ നമ്പറാണ്. ഡെസിമൽ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ഈ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പൊ ഇവിടെ 1.44 എന്നുള്ളത് 144 ആവും. 144ന്റെ സ്ക്വയർ റൂട്ട് 12 ആണ്. അത് ആദ്യം എഴുതുക. എന്നിട്ട് ഈ തന്നിരിക്കുന്ന സംഖ്യ, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു സംഖ്യ ആയിരിക്കും തരുന്നത്. അപ്പൊ അതില് ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര അക്കങ്ങളുണ്ടെന്ന് നോക്കുക. ആ അക്കങ്ങളുടെ എണ്ണത്തിന്റെ പകുതി ആയിരിക്കും സ്ക്വയർ റൂട്ടിൽ വരേണ്ടത്. അതായത് ഈ സ്ക്വയറിലുള്ള ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണത്തിന്റെ പകുതി ആയിരിക്കും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ വരുന്നത്. അപ്പൊ ഇവിടെ 1.44 ഡെസിമൽ പോയിന്റിന് ശേഷം ഉള്ള അക്കങ്ങളുടെ എണ്ണം 2 ആണ്. അപ്പൊ 2ന്റെ പകുതി 1 ആയിരിക്കും ഇതിന്റെ സ്ക്വയർ റൂട്ടിൽ വരേണ്ടത്. അപ്പൊ ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം ഒരക്കം വന്നാൽ മതി. അപ്പൊ ഈ 12 എന്നുള്ളത് 1.2 എന്ന് വരും. 1.2 ആണ് ഇതിന്റെ ആൻസർ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 10 ആണ്. ടീച്ചറേയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 11 ആയി. ടീച്ചറുടെ വയസ്സ് എത്ര? സൊല്യൂഷൻ. അപ്പൊ ഇവിടെ ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 10. ടീച്ചറേയും കൂടെ കൂട്ടിയപ്പോൾ ആളുകളുടെ എണ്ണം 31 ആയി. ശരാശരി വയസ്സ് 11 ആയി. അപ്പൊ ഇവിടെ ആളുകളുടെ എണ്ണം 1 കൂടി, ശരാശരിയും 1 കൂടി. ഇങ്ങനെ ആളുകളുടെ എണ്ണവും ശരാശരിയും 1 വീതമാണ് കൂടുന്നതെങ്കിൽ പുതുതായി ചേർന്ന ആളുടെ വയസ്സ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം പ്ലസ് ആദ്യം ഉണ്ടായിരുന്ന ശരാശരി പ്ലസ് 1 ആയിരിക്കും. അപ്പൊ ഇവിടെ ടീച്ചറുടെ വയസ്സ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം 30 പ്ലസ് ആദ്യത്തെ ശരാശരി 10 പ്ലസ് 1 ആയിരിക്കും. അപ്പൊ ഇവിടെ 30 10 41 41 വയസ്സാണ് ടീച്ചറിന്. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, 8ൽ 7ന് തുല്യമല്ലാത്തത് ഏത്? സൊല്യൂഷൻ. ഈ ഫ്രാക്ഷൻസിനെ ഒക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ 14/16 2 കൊണ്ട് വെട്ടാം. 2 7 14, 2 8 16. അപ്പൊ ഇത് 8ൽ 7 തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇതല്ല, ഇത് ഇതിന് തുല്യമാണ്. അടുത്തത് 35/40. ഇതിനെ വെട്ടിച്ചെറുതാക്കുമ്പം 5 കൊണ്ട് 5 7 35, 5 8 40. ഇതും 8ൽ 7ന് തുല്യമാണ്. 8ൽ 7 തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്തത് ഇതിനെ ചെറുതാക്കാനായിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? 21/32. ഇല്ല, വെട്ടി ചെറുതാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതാണ് 8ൽ 7ന് തുല്യമല്ലാത്തത്. ഇനി ഇതും ജസ്റ്റ് ഒന്ന് വെറുതെ നോക്കിയേക്കാം. ഇവിടെ 0 0 വെട്ടി, ഇതും 8ൽ 7 തന്നെയാണ്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, 8ൽ 7ന് തുല്യമല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, 2 4 8 7 എന്നിവയുടെ ലസാഗു എത്ര? സൊല്യൂഷൻ. 2 4 8 7 ലസാഗു കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് 2 1 2, 2 2 4, 2 4 8 7. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 2 1 2, 2 2 4 7. ഇനി ഈ ഇത്രയും സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇതിന്റെ ലസാഗു. അപ്പൊ LCM ഈസ് ഈക്വൽ ടു 2 into 2 into 1 into 1 into 2 into 7. അപ്പൊ ഇത് 2 2 4, 4 1 4, 4 1 4, 4 2 8, 8 7 56. 56 ആണ് ലസാഗു. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, 1.363 പ്ലസ് 8.965 പ്ലസ് 0.0354 പ്ലസ്
0.0068 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ 1.363 പ്ലസ് 8.965 0.0354 0.0068 8 4 12 ശിഷ്ടം 1 3 5 8 8 5 13 13 6 19 19 1 20 ശിഷ്ടം 2 6 6 12 12 3 15 2 17 ശിഷ്ടം 1 9 3 12 1 13 ഡെസിമൽ പോയിന്റ് ഇട്ടു ശിഷ്ടം 1 8 1 9 1 10 10.3702 ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരാൾ 1400 രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ 10% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്ര? സൊല്യൂഷൻ ഇവിടെ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് 1400 രൂപയാണ്. നഷ്ടം 10%, ലോസ് 10%. അതായത് 1400 രൂപയ്ക്ക് വാങ്ങിയ സാധനം 10% നഷ്ടത്തിൽ വിറ്റു. അതായത് 1400ന്റെ 10%, 1400ന്റെ 10% 140 10% നഷ്ടത്തിൽ വിറ്റെന്ന് പറയുമ്പോൾ വിറ്റ വില സെല്ലിംഗ് പ്രൈസ് 1400 മൈനസ് 140. 1400 നിന്ന് 140 കുറച്ചാൽ 100 പോയി 40 പോകും. അപ്പം 1260 രൂപയായിരിക്കും സെല്ലിംഗ് പ്രൈസ്. ആൻസർ ഓപ്ഷൻ ബി. ഇതിങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്യാം. ഫോർമുല വാങ്ങിയ വിലയും നഷ്ടശതമാനവും തന്നാൽ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സെല്ലിംഗ് പ്രൈസ് SP ഈസ് ഈക്വൽ ടു വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് നഷ്ടശതമാനം ഡിവൈഡഡ് ബൈ 100. അപ്പൊ ഇവിടെ സെല്ലിംഗ് പ്രൈസ് വിറ്റ വില ഈസ് ഈക്വൽ ടു വാങ്ങിയ വില 1400 ഇൻറ്റു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ്, അതായത് 100 മൈനസ് 10 90 ഡിവൈഡഡ് ബൈ 100. ഈ 2 0 വെട്ടി. അപ്പോൾ 14 ഇൻറ്റു 90 എന്ന് പറയുമ്പം 14 ഇൻറ്റു 9 4 9 36 ശിഷ്ടം 3 1 9 9 3 12. അപ്പൊ ഇത് 1260 രൂപയാണ് വിറ്റ വില. ഇങ്ങനെയും കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ തുക എത്ര? സൊല്യൂഷൻ ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകൾ എഴുതാം. 2 3 5 7 11. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടാം. 2 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 11. 2 3 5 5 5 10 10 7 17 17 11 28. 28 ആണ് ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, 2/5 3/4 8/9 5/7 ഇവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത്? സൊല്യൂഷൻ ഇത് കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. ഈ ന്യൂമറേറ്ററിൽ ഒരു 0 കൊടുക്കുക, ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ കിട്ടുന്ന സംഖ്യകളിൽ ചെറുത് ചെറിയ സംഖ്യ ആയിരിക്കും, വലിയത് വലിയ സംഖ്യ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. 5ൽ 2, ഇതിന്റെ ന്യൂമറേറ്ററിൽ ഒരു 0 കൊടുക്കുക. അപ്പൊ ഇത് 20 എന്നാവും. 20/5 4. അടുത്തത് 3/4, ന്യൂമറേറ്ററിൽ ഒരു 0 കൊടുക്കാം. അപ്പൊ ഇത് 30 എന്ന് വരും. 30/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7, ഏകദേശം 7 സംതിങ് വരും. 7 ഈ ഡെസിമൽ പോയിന്റിന് ശേഷം ഒന്നും കണ്ടുപിടിക്കണ്ട. അപ്പൊ ഇത് 4 7 എടുക്കുക, 7 വരും. അടുത്തത് 8/9. അപ്പൊ 8/9 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ ഒരു 0 കൊടുക്കുമ്പോൾ 80 ആയി. 80/9 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് 9 8 വരും, 8 വരും. അടുത്തത് 5/7, ന്യൂമറേറ്ററിൽ ഒരു 0 കൊടുക്കാം. 50/7 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് 7 വരും. അപ്പൊ ഇവിടുത്തെ വലിയ സംഖ്യ ഏതാ? 8. അപ്പൊ ഇവിടുത്തെ
വലിയ സംഖ്യ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ 8/9 എന്ന ഫ്രാക്ഷൻ ആയിരിക്കും. 8/9 ആൻസർ ഓപ്ഷൻ ഡി ആണ്. പിന്നെ ഇതിൽ ചെറിയ സംഖ്യ ആണെങ്കിൽ ഇങ്ങനെ കിട്ടുമ്പോൾ ഇതിൽ ചെറുതായാൻ നോക്കുക. 4 വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 5ൽ 2 ആയിരിക്കും ഇവിടുത്തെ ഏറ്റവും ചെറിയ സംഖ്യ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 54 കിലോമീറ്റർ പെർ മണിക്കൂർ ഈസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ പെർ സെക്കൻഡ്. സൊല്യൂഷൻ 54 കിലോമീറ്റർ പെർ അവർ ഈസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ പെർ സെക്കൻഡ്. അതായത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. അതിനായിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട്. അപ്പൊ ഇവിടെ 54 ഇൻറ്റു 5/18 18 3 54 3 ഇൻറ്റു 5 15 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ. ഇനി തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് കിലോമീറ്റർ പെർ അവറിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്കിതൊന്ന് നോക്കാം. ഇവിടെ 15 മീറ്റർ പെർ സെക്കൻഡ്, ഇതിനെ കിലോമീറ്റർ പെർ അവറിലോട്ടൊന്ന് മാറ്റാം. അപ്പം 15 ഇൻറ്റു 18/5 ചെയ്താൽ മതി. അപ്പൊ ഇത് 5 3 15 18 3 54 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. അപ്പൊ ഇതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ 2 സംഖ്യകളുടെ ലസാഗു 36, ഉസാഖ 6, ഒരു സംഖ്യ 12 ആയാൽ മറ്റേ സംഖ്യ എത്ര? സൊല്യൂഷൻ 2 സംഖ്യകളുടെ ഗുണനഫലം ഈസ് ഈക്വൽ ടു ലസാഗു ഇൻറ്റു ഉസാഖയാണ്. അപ്പൊ 2 സംഖ്യകൾ n1 ഉം n2 ആയിട്ട് എടുത്താൽ n1 ഇൻറ്റു n2 ഈസ് ഈക്വൽ ടു LCM ഇൻറ്റു HCF. അപ്പൊ ഇവിടെ ഒരു സംഖ്യ n1 ആയിട്ട് എടുക്കാം. അപ്പൊ n1 തന്നിട്ടുണ്ട് 12, n2 കണ്ടുപിടിക്കണം. ലസാഗു LCM 36, HCF ഉസാഖ 6. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ n1 12 ഇൻറ്റു n2 ഈസ് ഈക്വൽ ടു 36 ഇൻറ്റു 6. n2 ഈസ് ഈക്വൽ ടു 36 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 12. 12 3 36, 3 ഇൻറ്റു 6 18. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി 18 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റയാനെ കണ്ടെത്തുക. 169, 144, 900, 125. സൊല്യൂഷൻ ഇവിടെ ഒറ്റയാൻ 125 ആണ്. ബാക്കി 3 എണ്ണം 169, 144, 900 ഇത് 3ഉം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. 125 ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണ്. 125 5ന്റെ ക്യൂബ് ആണ്. 169 13ന്റെ സ്ക്വയർ ആണ്. 144 12ന്റെ സ്ക്വയർ ആണ്. 900 30ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഒറ്റയാൻ. അപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് എപ്പോഴും 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ ക്യൂബും 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറും ബൈഹാർട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ABDC ഈസ് ടു EFHG ഡബിൾ ഈസ് ടു ഡാഷ് ഈസ് ടു MNPO. സൊല്യൂഷൻ ABDC എങ്ങനെയാണ് EFHG ആയത് അതുപോലെ ഇവിടെ എന്ത് വരുമെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ ABDC EFHG AB ഇങ്ങനെ വന്നു, ഈ CD എന്നുള്ളത് DC ആയിട്ട് തിരിഞ്ഞു വന്നു. ഇവിടെ D കഴിഞ്ഞിട്ട് ഇയിൽ തുടങ്ങി, EF ഇങ്ങനെ വന്നു, GH എന്നുള്ളത് തിരിഞ്ഞു വന്നു. ഇവിടെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേനും ഈ H കഴിഞ്ഞുള്ളതായിരിക്കും ഇവിടെ ആദ്യം വരുന്നത്. അപ്പൊ H കഴിഞ്ഞാൽ I ആയിരിക്കും. അപ്പൊ IJ എന്ന് വന്നു, പിന്നെയുള്ള 2 എണ്ണം തിരിഞ്ഞു വരും.
IJ KL എന്നുള്ളത് LK എന്നായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ സി IJ LK ആണ്. ഇനി ഇപ്പുറത്ത് വന്നിരിക്കുന്നത് നോക്കിയേക്കാം കറക്റ്റ് ആണോ എന്ന്. L കഴിഞ്ഞാൽ M വരും, MN എന്ന് വന്നു, OP എന്നുള്ളത് തിരിഞ്ഞ് PO ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതൊരു രീതിയിൽ നോക്കുമ്പം പിന്നെ മറ്റൊരു രീതിയിൽ കൂടെ നോക്കാം. അതായത് ഇപ്പൊ ഉത്തരം കിട്ടി, ഇനി വേറൊരു രീതിയിലും കൂടെ ഇത് കിട്ടും. അതാണ് പറയുന്നത്. അതായത് A ഒന്നാമതാണ്, E അഞ്ചാമതാണ്. അപ്പൊ A ഒന്നാമത്, E അഞ്ചാമത്, A+4 ആണ് E. അതുപോലെ B രണ്ടാമത്, F ആറാമത്. അപ്പം B+4 ആണ് F വന്നിരിക്കുന്നത്. 2, 4, 6. അടുത്തത് D4 H8, അതായത് 4, 4 8. അപ്പം D+4 ആണ് H. അടുത്തത് C എന്ന് പറയുന്നത് മൂന്നാമതാണ്, G എന്ന് പറയുന്നത് ഏഴാമതാണ്. അപ്പൊ 3, 4, 7. C+4 ആണ് G വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്നത് ഡാഷ് തന്നിട്ട് MNPO ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഓരോ ലെറ്റേഴ്സിൽ നിന്ന് 4 വീതം കുറച്ച് എഴുതിയാൽ മതി. അതായിരിക്കും, കാരണം ഇവിടുന്ന് 4 വീതം കുറച്ച് എഴുതുവാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇവിടെ എമ്മിൽ നിന്ന് 4 കുറച്ചാൽ I കിട്ടും, എന്നിൽ നിന്ന് 4 കുറച്ചാൽ J കിട്ടും, പിയിൽ നിന്ന് 4 കുറച്ചാൽ L വരും, ഓയിൽ നിന്ന് 4 കുറച്ചാൽ K വരും. അങ്ങനെയും കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ 4, 2, 1 ഹാഫ് ഡാഷ് സൊല്യൂഷൻ. ഇത് വന്നിട്ടുള്ളത് 4ന്റെ പകുതി 2, 2ന്റെ പകുതി 1, 1ന്റെ പകുതി അര. 2 വെച്ചാൽ അര. അപ്പൊ ഇവിടെ എല്ലാം 2 കൊണ്ട് ഹരിച്ചാ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ അതായത് പകുതി പകുതിയായിട്ട്. അപ്പൊ ഇവിടെ അരയുടെ പകുതി 4/1. അപ്പൊ 4/1 ആയിരിക്കും ആൻസർ ഓപ്ഷൻ സി. അല്ലെങ്കിൽ 2/1 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 2/1 ഇൻറ്റു 1/2 എന്ന് വരും. അപ്പൊ ഇത് 4/1. അടുത്ത ക്വസ്റ്റ്യൻ A is equal to അധികം, B is equal to ന്യൂനം, C is equal to ഗുണനം ആയാൽ 20C 3A 6B 15ന്റെ വില എത്ര? സൊല്യൂഷൻ. ഇവിടെ എയുടെയും ബിയുടെയും സിയുടെയും സൈൻ തന്നിരിക്കുന്ന പോലെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് അത് സോൾവ് ചെയ്യുക. അപ്പൊ ഇവിടെ സിക്ക് ഇൻറ്റു ആണ്, സിക്ക് ഇൻറ്റു ഇട്ട് കൊടുക്കുക. എക്ക് പ്ലസ് ആണ്, എക്ക് പ്ലസ് ഇടുക. ബിക്ക് മൈനസ് ആണ്, ബിക്ക് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് 20 × 3 + 6 - 15 എന്ന് വരും. ഇനി ഇത് സോൾവ് ചെയ്യുക. കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യേണ്ടത് ബോട്ട്മാസ് റൂൾ വെച്ചിട്ടാണ്. ബോട്ട്മാസ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ബോട്ട്മാസ് റൂൾ പറയുന്നത് ആദ്യം ബ്രാക്കറ്റിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യേണ്ടത് ആദ്യം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിൽ വേണം. അപ്പൊ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 20 × 3 60. ഇനി ചെയ്യേണ്ടത് അഡീഷൻ, പിന്നെ ചെയ്യേണ്ടത് സബ്ട്രാക്ഷൻ. അപ്പൊ ഇവിടെ 60 6 66 - 15 51 ആണ് ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ അരുൺ ഒരു വരിയിൽ മുന്നിൽ നിന്ന് 17ാമതും പിന്നിൽ നിന്ന് 14ാമതും ആയാൽ ആ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം എത്ര? സൊല്യൂഷൻ. 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തന്നിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക, അതിൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പൊ അതൊരു ഫോർമുല ആയിട്ട് പറയുമ്പോൾ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് എമ്മും എന്നും ആയിട്ട് എടുത്താൽ ടോട്ടൽ T is equal to M + N - 1 ആയിരിക്കും. അപ്പൊ ഇവിടെ M 17, N is equal to
14 ഇങ്ങനെ എടുക്കാം. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ്. അപ്പൊ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുക, 1 കുറയ്ക്കുക. അപ്പൊ ഇവിടെ 17 + 14 31 -1 30 ആളുകൾ. ആൻസർ ഓപ്ഷൻ എ. പിന്നെ ഈ ഫോർമുല ഓർത്ത് വെക്കാനും കൂടി ഒരു ക്ലൂ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ അരുൺ മുന്നിൽ നിന്ന് 17ാമതാണ്, പിന്നിൽ നിന്ന് 14ാമതാണ്. ഈ 2 പോയിന്റ് ഒന്ന് തന്നെയാണ്. അരുണിന്റെ കാര്യമാണ് പറയുന്നത്. അരുൺ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒരൊറ്റ പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ടോട്ടൽ എന്ന് പറയുമ്പം ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ട് 1 കുറയ്ക്കണം. കാരണം 2 ഒരാളെയാണല്ലോ മെൻഷൻ ചെയ്യുന്നത്. 2 ഒരാൾ നിൽക്കുന്നതാ പറയുന്നത്. 17ാമതും 14ാമതും മുന്നിൽ നിന്നും പുറകിൽ നിന്നും. അപ്പൊ അവിടെ ടോട്ടൽ എടുക്കുമ്പോൾ ആ ഒരാളുടെ കാര്യമല്ലേ പറയുന്നത്. ആ ഒരൊറ്റ പൊസിഷൻ എവിടെ കാണിക്കുന്നത്. ഒറ്റ പൊസിഷനിലാണ് ഈ 17ഉം 14ഉം വരുന്നത്. അപ്പൊ ടോട്ടൽ എടുക്കുമ്പോൾ 1 കുറയ്ക്കണം. അപ്പൊ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഫോർമുല കാണാതെ പഠിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, 10 വർഷം മുമ്പ് അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങായിരുന്നു. ഇപ്പോൾ മകന്റെ പ്രായം 24 വയസ്സാണെങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? സൊല്യൂഷൻ. ഇവിടെ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് തന്നിട്ടുണ്ട് 24. അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയെന്ന് കണ്ടുപിടിക്കണം. 10 വർഷം മുമ്പ് അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങായിരുന്നു. അപ്പൊ 10 വർഷം മുമ്പ്, ബിഫോർ 10 ഇയേഴ്സ്, മകന്റെ വയസ്സ് എക്സ് ആയിട്ട് എടുത്താൽ അച്ഛന്റെ വയസ്സ് 4 മടങ്ങ് എന്ന് പറയുമ്പോൾ 4x എന്ന് വരും. അപ്പൊ ഇവിടെ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് 24 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മകന് 10 വർഷം മുമ്പുള്ള വയസ്സാകുമ്പോഴോ, 10 വർഷം മുമ്പ് മകന് 24 - 10 14 വയസ്സായിരിക്കും. അപ്പൊ മകന് 10 വർഷം മുമ്പ് 14 വയസ്സെന്ന് പറയുമ്പോൾ എക്സിനെ 14 ആയിട്ട് എടുക്കാം. അപ്പൊ 10 വർഷം മുമ്പുള്ള അച്ഛന്റെ വയസ്സാണെങ്കിലോ 4x അല്ലേ. അപ്പൊ 4 × 14 56 വയസ്സായിരിക്കും അച്ഛന് 10 വർഷം മുമ്പ്. അപ്പൊ ഇപ്പോഴാണെങ്കിലോ 10 വർഷം മുമ്പായിരുന്നു 56 വയസ്സ്. അപ്പൊ ഇപ്പോഴാണെങ്കിലോ 56 + 10 66 വയസ്സായിരിക്കും. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, അനിൽ 40 മീറ്റർ കിഴക്ക് ദിശയിലേക്ക് നടന്ന ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്നു. പിന്നീട് ഇടതുവശത്തേക്ക് 40 മീറ്റർ നടന്നു. ഇപ്പോൾ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ഏത് ദിശയിലാണ് ഉള്ളത്? സൊല്യൂഷൻ. ഇതൊരു ഡയറക്ഷൻ പ്രോബ്ലം ആണ്. അപ്പൊ ആദ്യം ഡയറക്ഷനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഇവിടെ മുകളിൽ നോർത്ത് വരും, താഴെ സൗത്ത് വരും. മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ഇതെല്ലാവർക്കും അറിയായിരിക്കും. ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ് വരും, റൈറ്റ് സൈഡിൽ ഈസ്റ്റ് വരും. ഇത് വെസ്റ്റും ഈസ്റ്റും കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അത് ഓർക്കാനായിട്ടൊരു ക്ലൂ പറഞ്ഞുതരാം. വെസ്റ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഈ വെസ്റ്റും ലെഫ്റ്റും പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ട്. അത് വെച്ചങ്ങ് ഓർത്താൽ മതി. വെസ്റ്റ് ലെഫ്റ്റ്, വെസ്റ്റ് ലെഫ്റ്റ്. അപ്പൊ വെസ്റ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പൊ ഈസ്റ്റ് വരുന്നത് റൈറ്റ് സൈഡിലായിരിക്കും. നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ വരുന്ന ഡയറക്ഷൻ നോർത്ത് ഈസ്റ്റ് ആയിരിക്കും. സൗത്തിനും ഈസ്റ്റിനും ഇടയിൽ വരുന്ന ഡയറക്ഷൻ സൗത്ത് ഈസ്റ്റ് ആയിരിക്കും. സൗത്തിനും വെസ്റ്റിനും ഇടയിൽ വരുന്നത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആയിരിക്കും. നോർത്തിനും വെസ്റ്റിനും ഇടയിൽ വരുന്നത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കും. വലതുവശത്തേക്ക് പോകാൻ പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകണം. ഇടതുവശത്തേക്ക് പോകാൻ പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകണം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി പ്രോബ്ലത്തിലേക്ക് വരാം. അപ്പൊ ഇവിടെ അനിൽ 40 മീറ്റർ കിഴക്ക് ദിശയിലേക്ക് നടന്ന ശേഷം, അപ്പം അനിൽ ഈ ഒരു പോയിന്റിൽ നിൽക്കുവാണ്. ഇവിടെ നിന്ന് 40 മീറ്റർ കിഴക്ക് ദിശയിലേക്ക് നടന്നു. അപ്പൊ ഈസ്റ്റ് ഇവിടെയാ. 40 മീറ്റർ നടന്നു. വലത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്നു. അപ്പൊ ഇവിടുന്ന് വലത്തോട്ട് തിരിയുക എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുക. 50 മീറ്റർ നടന്നു. പിന്നീട് ഇടതുവശത്തേക്ക് 40 മീറ്റർ നടന്നു. ഇടത്തേക്ക് പോകാൻ പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം പോകാൻ. അപ്പം ഇടത്തോട്ട് തിരിഞ്ഞ് 40 മീറ്റർ നടന്നു. ഇപ്പോൾ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ഏത് ദിശയിലാണുള്ളത്? അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്ന് നിൽക്കുക. അപ്പൊ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെയല്ലേ, സൗത്ത് ഈസ്റ്റ് ആണ്. അതായത് തെക്ക് കിഴക്ക്. ആൻസർ ഓപ്ഷൻ ഡി, തെക്ക് കിഴക്കാണ്, സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായി ക്രമീകരിക്കുക.
മേശ, മരം, തടി, വിത്ത്, ചെടി. സൊല്യൂഷൻ ഇതിനെ ഓർഡറിലാക്കണം. അപ്പൊ ഇവിടെ ആദ്യം വരുന്നത് വിത്താണ്. വിത്തിട്ട് ചെടിയാകും, ചെടി വളർന്ന് മരമാകും, മരം മുറിച്ച് തടിയാക്കുന്നു, തടിയിൽ നിന്ന് മേശ ഉണ്ടാക്കുന്നു. അപ്പൊ ഇവിടെ എങ്ങനെ വരും? ആദ്യം വിത്ത് വരും, വിത്ത് കഴിഞ്ഞ് ചെടി വരും, ചെടി കഴിഞ്ഞ് മരം വരും, മരത്തിൽ നിന്ന് തടി വരും, തടിയിൽ നിന്ന് മേശ ഉണ്ടാക്കും. അപ്പൊ ഇത് 4, 5, 2, 3, 1 എന്നാണ് ഇതിന്റെ കറക്റ്റ് ഓർഡർ. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ബി ഈസ് ഈക്വൽ ടു 2, ബാഗ് ഈസ് ഈക്വൽ ടു 10 ആയാൽ ബുക്ക് ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ ബി ഈസ് ഈക്വൽ ടു 2, ബാഗ് 10. അതായത് ബി 2, എ 1, ജി 7. 2, 1, 3, 7, 10. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ പൊസിഷൻസ് ആഡ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ പൊസിഷൻ അറിയാനായിട്ട് ഒരു കോഡ് ഉണ്ട്. ഇജോറ്റി 5, 10, 15, 20, 25. ഇങ്ങനെ ഇത് ഓർത്ത് വെക്കുക. ഈ 5ാമത് J10, O15, T20, Y25. ഇജോറ്റി 5, 10, 15, 20, 25 എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പൊ ഇവിടെ ബുക്ക് എന്ന് പറയുമ്പോൾ ബി 2ാമത്, 2A+, O 15ാമത്തെ പൊസിഷനിലാണ്. 15, ഓയും 15, കെ J10 ആണെങ്കിൽ കെ എന്ന് പറയുന്നത് 11 ആയിരിക്കും. ഓക്കെ. അപ്പൊ ഈ പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ ഇത് 15, 15, 30, 30, 2, 32, 32, 11, 43 ആണ് വരുന്നത്. ബുക്ക് 43 ആണ്. ഓപ്ഷൻ എ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളെ ഇംഗ്ലീഷ് നിഘണ്ടുവിലെ പോലെ ക്രമീകരിച്ചാൽ 4ാമത് വരുന്ന വാക്ക് ഏത്? സൊല്യൂഷൻ ക്ലൗഡ്, ക്ലവർ, കേബിൾ, കേക്ക്. ഇവിടെ 4ാമത് വരുന്ന വാക്ക് ഏതെന്ന് കണ്ടുപിടിക്കണം. എല്ലാത്തിലെയും ആദ്യത്തെ അക്ഷരം സി ആണ്. അപ്പൊ സി നോക്കണ്ട. 2ാമത്തെ അക്ഷരം നോക്കാം. ഇവിടെ ആണെങ്കിൽ എല്, ഇവിടെ രണ്ടിടത്തും എയു ആണ്. അപ്പം എ. ഇനി എ കഴിഞ്ഞുള്ളത് നോക്കാം. എക്ക് ശേഷം വരുന്നത് ആദ്യം വരുന്നത് ബി ആണ്. അപ്പൊ ഇവിടുത്തെ 1ാമത്തെ വേർഡ് കേബിൾ ആയിരിക്കും. 2ാമത്തെ വേർഡ് ബി കഴിഞ്ഞിട്ടാണ് കെ വരുന്നത്, ബി ആയിരിക്കും. ഓക്കെ. 1ഉം 2ഉം ആയി. അടുത്ത ഇനിയിപ്പം 3ാമത് വരുന്നത് നോക്കാം. ഇവിടുത്തെ 2ാമത്തെ അക്ഷരം എൽ ആണ്. 3ാമത്തെ അക്ഷരം നോക്കാം. 3ാമത്തെ അക്ഷരത്തിൽ ആദ്യം വരുന്നത് ഇവിടെ ഓയും ഇവിടെ ഇയു ആണ്. അപ്പൊ ഈ ആണ് ആദ്യം വരുന്നത്. അപ്പൊ ഇതായിരിക്കും 3ാമത് വരുന്നത്. അപ്പൊ 4ാമത് വരുന്നത് ഏതാ? ക്ലൗഡ് ആയിരിക്കും. ഈ കഴിഞ്ഞിട്ടാണ് ഓ വരുന്നത്. അപ്പൊ ഇവിടുത്തെ 4ാമത്തെ വേർഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് 4ാമത് വരുന്നത്. ഓക്കെ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.